ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളൊരു ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു, അതായത് മൾട്ടിപ്പിൾ അറ്റാക്ക്. അപ്പോൾ പല ആളുകളും ചോദിച്ചതാണ് നമ്മളോട്. അതുപോലെ തന്നെ വേറൊരു ഇങ്ങനെ, അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരാൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മൾട്ടിപ്പിൾ അറ്റാക്ക് ഇട്ടിരുന്നു, മൂന്നാൾ വന്നിട്ട് ഫേസിലോട്ട് അടിക്കുന്ന സംഗതി, അത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ചോദിച്ചിട്ട്, അത് കണ്ടിട്ട് വേറെ ആളുകൾ ചോദിച്ചാണ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, ഇങ്ങനെ പിടിക്കുന്നത് മാത്രമല്ല കാല് പിടിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്യാച്ചിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിനാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പല ആളുകളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചെയ്യാനുള്ളത് നല്ല ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന്റെ ധൈര്യമാണ് ഒന്ന് വേണ്ടത്. പിന്നെ നല്ല ശ്രദ്ധിക്കുക, ഈ പിടുത്തത്തിൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ കയ്യിന് നല്ല ടൈറ്റ് കൊടുക്കുക. ഈ കയ്യിന് ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുറച്ചിങ്ങോട്ട് തള്ളിയിട്ട്, കണ്ടില്ല, ഈ പിടുത്തത്തിന് കാല് പിന്നെ ഓക്കെ, നമ്മൾ എന്തായാലും ഒരു വലിച്ചു തള്ളിയിടില്ല, കാരണം ഇയാൾ ഉണ്ടായതുകൊണ്ട് ഇയാൾ പോകും എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കൈ നല്ല ടൈറ്റ് ആക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് ബലം കൊടുക്കുക. അത് കുറേ സമയം നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല എന്തായാലും. അപ്പൊ നമ്മൾ വിത്തിൻ സെക്കൻഡോട് സംഗതികൾ ചെയ്യണം. ഇതൊരു ടൈറ്റ് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, ഈ ചെസ്റ്റിലോട്ട് ഇവിടെ ചെറിയൊരു പ്രസ്സിങ് കൊടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് സേഫ് ആക്കുക. സേഫ് ആക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൈ നമുക്ക് ഫ്രീ ആണ്. ഈ കൈ നമുക്ക് ഇത്ര വരെ പോകും, മേൽക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. ഇവിടെയും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇയാൾക്കുള്ള, കാരണം ലെഗ് പിടിച്ച ആളുകൾക്ക് ഇയാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് കൊടുക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കുക, നല്ല ടൈറ്റ് ആക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് പല രീതിയിലുള്ള സംഗതികൾ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത്, ഈ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് ഫ്രീ ആണ്, ഇതും ഫ്രീ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളൊരു വിഷയമുള്ളൂ ശരിക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്രോയിൻസിന് നേരെ അടിച്ചു കൊടുക്കുക. വേറെ ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഈ ഗ്രോയിൻസിന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇത് അടിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുട്ടുണ്ടല്ലോ, ഈ മുട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിക്കണോട് കൂടിയിട്ട് ഗ്രോയിൻസിന് അടിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനെ മാത്രം അടിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ കണ്ടില്ല, ഈ ഭാഗം കൊണ്ട് നമ്മൾ ഈ ചെസ്റ്റിലോട്ട്, നമ്മൾ ഈ ഭാഗത്തോട്ട് അടിക്കണം. ഇങ്ങനെ കുത്തണ ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് അടിച്ചു നോക്കുക. ഇത് അടിക്കുമ്പോൾ നോക്കട്ടെ, ശരിക്ക് അതിന്റെ എഫക്റ്റ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇയാള് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, സ്വാഭാവികമായിട്ടും ആള് പോവും. കണ്ടില്ലേ, നല്ല ടൈറ്റാക്കി പിടിക്കുക. കണ്ടില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് വേറൊരാൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യാവും മിക്കവാറും ഉണ്ടാവും. അല്ല, അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരാൾ വരുന്ന മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇയാളെ ഗ്രോയിൻസിന് കൊടുക്കുക. ഗ്രോയിൻസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ആളെന്തായാലും പോകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ പിടിച്ചിട്ട് നമുക്ക് കണ്ടില്ല, ആ മുടി പിടിച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് വലിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ബാലൻസ് പോകും. കണ്ട, അത് എങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ പിടുത്തം പിടിച്ചിട്ട് ബാക്കിലോട്ട് ഒന്നുകൂടി നോക്കുക, നല്ല ടൈറ്റ് ആക്കുക, നല്ല ടൈറ്റ് കണ്ടാ. അപ്പൊ നമ്മൾ ഓവർ ഇത് ടൈറ്റ് ആക്കണ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനടിച്ചു കൊടുക്കുക. ഇത് നേരെ എന്ത് ചെയ്യുക, അങ്ങോട്ടും വലിച്ചിടുക. കാരണം ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്ന് സൈഡ് മാറി വെക്കുക. ഈ സൈഡിൽ നിന്ന് പിടിക്കുക, ഈ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിടിച്ചു വെക്കുക. ഈ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൈ കൊണ്ട് അടിക്കുക, ഈ കൈ കൊണ്ട് അടിച്ചു കൊടുക്കുക. ഇടത് കൈ കൊണ്ടാണ് നേരത്തെ ചെയ്തിരുന്നത്. ഈ കൈ കൊണ്ട് നമ്മൾ കണ്ട് അടിച്ചു കൊടുക്കുക. കണ്ടാ, ഇതിൻ്റെ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ അറ്റാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ആള് അറ്റാക്ക് ചെയ്യുക. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ ഈ സൈഡ് എടുക്കാൻ നോക്കുക, പിടിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റ് ആക്കി പിടിക്കുക. അതായത് ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കി, ഒന്നുകൂടി ടൈറ്റ് ആക്കുക. ഓക്കെ, ഫുൾ ടൈറ്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നല്ല സ്ട്രോങ്ങിൽ അടിക്കുക. ഈ മുട്ട് അടിക്കണോട് കൂടിയിട്ട് രണ്ടും ഒപ്പം വരണം. ഇത് മാത്രമല്ല വരേണ്ടത്, ഇത് മാത്രം വരുമ്പോൾ തന്നെ കണ്ടില്ല, വലിക്കണ്ടില്ലേ. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് അടിക്കണോട് കൂടിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇത് അടിക്കുന്ന പറഞ്ഞാൽ നല്ല ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം, ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പിടിച്ചാൽ തന്നെ ആള് വിടും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു സെൽഫ് ഡിഫെൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ നമ്മൾ തികച്ചും നമ്മളിത് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല ആളുകൾക്കും ഉപകാരപ്പെടട്ടെ. കാരണം പല ആളുകൾക്കും ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റാത്ത, മാർഷൽ ആർട്സ് പോലുള്ള ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നല്ല കമൻസുകളൊക്കെ ചെയ്യുക. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇത് വരുന്നത്. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.